ശ്രീ റജി ലൂക്കോസ്, അത് മാത്രമാണല്ലോ ഇവിടെ പ്രശ്നം. എന്തിനാണ് പോലീസ് മേധാവിയായി രവാഡ ചന്ദ്രശേഖരെ നിയമിക്കുമ്പോൾ CPM നയം മാറ്റി പറയുന്നത്, നിലപാട് മാറ്റി പറയുന്നത് എന്നതാണ് പ്രശ്നം. UPSC കൊടുത്ത ലിസ്റ്റാണ്, അതിൽ നിന്ന് സർക്കാരിന് ഒരാളെ തെരഞ്ഞെടുക്കാം. ആ രീതിയിലുള്ള നടപടിക്രമങ്ങൾ പാലിച്ചു, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവിടെ സീനിയോറിറ്റി ഒന്നും മറികടന്നിട്ടില്ല. പക്ഷേ എന്തിനാണ് അതിനുവേണ്ടി ഈ പഴയ നിലപാട് CPM തിരുത്തുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ P. ജയരാജൻ പറഞ്ഞത് വളരെ കൃത്യമായ കാര്യമായിരുന്നു. രവാഡ ചന്ദ്രശേഖർ ആരാണ് എന്ന കാര്യം കൃത്യമായിട്ട് P. ജയരാജൻ പറഞ്ഞു. കൂത്തുപറമ്പ് വെടിവെപ്പിൽ രവാഡയ്ക്കുള്ള പങ്കിനെ പറ്റിയും P. ജയരാജൻ പറഞ്ഞു. പക്ഷേ പിന്നീട് സംസാരിച്ച നേതാക്കൾ MV ഗോവിന്ദൻ, EP ജയരാജൻ, KK രാഗേഷ് ഇവരെല്ലാം പറഞ്ഞത് മറിച്ചൊരു നിലപാടാണ്. രവാഡയ്ക്ക് ഒരു പങ്കുമില്ലായിരുന്നു, അദ്ദേഹത്തെ ഒരിക്കലും ഞങ്ങൾ കുറ്റവാളിയായിട്ട് ചിത്രീകരിച്ചിട്ടില്ല എന്നൊക്കെയാണ്. അതിൽ അന്വേഷണ കമ്മീഷനെയും ഹൈക്കോടതിയും ഒക്കെ വിധികളെയൊക്കെ ഇത് ന്യായീകരിക്കുന്നതിന് വേണ്ടി എടുത്തു പറയുകയും ചെയ്തു. പക്ഷേ അവിടെ കൃത്യമായിട്ട് CPMന്റെ നിലപാട് മാറ്റം വ്യക്തമാണ്. എന്തിനിങ്ങനെ നിലപാട് മാറ്റിക്കൊണ്ട് പോലീസ് മേധാവി നിയമനത്തെ ന്യായീകരിക്കുന്നു? മറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ പറയാമായിരുന്നു. നല്ലൊരു ഉദ്യോഗസ്ഥനാണ്, ആ ഉദ്യോഗസ്ഥൻ വരട്ടെ, ഞങ്ങൾ നടപടിക്രമങ്ങളാണ് പാലിച്ചത് എന്ന് പറയാമായിരുന്നുവല്ലോ. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ സാധിക്കുന്നില്ല? അപ്പോൾ ആരെ തൃപ്തിപ്പെടുത്തുന്നതിനാണ് ഈ ഇരട്ടത്താപ്പ്? മഞ്ജുഷ്, രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ രവാഡ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന അന്നത്തെ APS അസിസ്റ്റന്റ് പോലീസ് സൂപ്രണ്ട്, അദ്ദേഹം ചാർജ് എടുത്തതിന്റെ പിറ്റേ ദിവസമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആ സംഭവം ഉണ്ടായപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരു അസിസ്റ്റന്റ് പോലീസ് സൂപ്രണ്ടിന് ഒരിക്കലും വെടിവെക്കാൻ ഉത്തരവ് കൊടുക്കാൻ അധികാരമില്ല. അത് ജുഡീഷ്യൽ പവർ ഉള്ള ഉദ്യോഗസ്ഥരേ ഉള്ളൂ. അതുപോലെ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ജഡ്ജിയുടെ പദവിയുള്ള ആർക്കെങ്കിലേ അവരുടെ ഉത്തരവിനെ നടപ്പിലാക്കാനായിട്ടുള്ള ബാധ്യതയാണ് ഈ പറയുന്ന APS ഉദ്യോഗസ്ഥർ ഉള്ളത്. അദ്ദേഹം വന്നതിന് പിറ്റേ ദിവസമാണ് സംഭവം. എന്നാലും ആ 5 സഖാക്കളെ വെടിവെച്ച് വന്നതിന്റെ തീരാവേദന ഇപ്പോഴും കേരളത്തിലെ പൊതുസമൂഹത്തിനുണ്ട്. അതിലൊരാൾ വെടിയേറ്റ പുഷ്പൻ കഴിഞ്ഞ 1 വർഷങ്ങൾക്ക് മുമ്പാണ്, 30 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ബെഡ്രിഡനായിട്ട് അദ്ദേഹം യാത്ര ചെയ്തത്. ഇതിന് സംഭവം വെച്ചാൽ ഈ കേന്ദ്ര മന്ത്രി മുഖ്യമന്ത്രിയായപ്പോൾ ഇത് അന്വേഷിക്കാൻ ഉത്തരവിട്ടു, ഇവരെല്ലാം പ്രതിയാക്കിയിട്ട് സ്വാഭാവികമായിട്ട് അദ്ദേഹം പ്രതിസ്ഥാനത്ത് വന്നു. കോടതി അതിനോട് സൈമൾട്ടേനിയസ്ലി ഒരു കമ്മീഷനെ വെച്ചു. ഈ കമ്മീഷൻ തന്നെ വളരെ വ്യക്തമായിട്ട്, കമ്മീഷന്റെ കോപ്പി ഇപ്പൊ മഞ്ജുഷിനെ കാണും, ഇപ്പൊ അത് പിന്നെ സോഷ്യൽ മീഡിയയിലുണ്ട്, വ്യക്തമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഇതിനകത്ത് തെറ്റ് പറയാൻ പറ്റത്തില്ല. ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്റെ ഓർഡർ അദ്ദേഹം നടപ്പിലാക്കിയേ പറ്റൂ. അതാണ് ഇന്ത്യൻ നിയമം എന്ന് പറയുന്നത്. അദ്ദേഹം ചെയ്തു. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിൽ അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കൊടുത്തു. 2012 പിന്നെ കോടതി അദ്ദേഹത്തിന് കുറ്റകൃത്യത്തിനായി കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ളൊരു വിധി എഴുതി കഴിഞ്ഞു. പിന്നെയും ഒരു ഉദ്യോഗസ്ഥനെ വേട്ടയാടുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ എവിടെ ഒരു ഭയമുണ്ട്. അതിന് കാരണം അറിയോ? ഈ ഉദ്യോഗസ്ഥന്റെ ട്രാക്ക് റെക്കോർഡ് നോക്കി. ഈ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന ആള് ഈ ഒരു വിഷയത്തിൽ പ്രതിയാക്കപ്പെട്ട് ചേർത്ത ഒരു ബ്ലാക്ക് മാർക്ക് ഇവര് പറയുന്നുണ്ടെങ്കിൽ തന്നെ അതിനുശേഷം ഇതുവരെ ഇന്ത്യൻ പോലീസ് സർവീസിൽ കളങ്കരഹിതനായിട്ടുള്ള അപൂർവം പോലീസ് ഉദ്യോഗസ്ഥർ ഒരാളാണ്. കളങ്കം ഞാൻ ഉദ്ദേശിക്കുന്ന പർപ്പസ്ഫുള്ളി അല്ല. അദ്ദേഹം കേന്ദ്ര കേഡറിലേക്ക് പോയിട്ട് ഇപ്പൊ ഇന്ന് ഈ വർഷം 16 വർഷമാകും. അദ്ദേഹം ഇന്ത്യയുടെ IB-യുടെ തലവനായിരുന്നു, ഇന്റലിജൻസ് ബ്യൂറോയുടെ തലവനായിരുന്നു. ഹി വാസ് വെരി ക്ലോസ് ടു പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അതുകൂടാണ്ട് തന്നെ SPG-യുടെ ഡയറക്ടറായിരുന്നു. ഈ കാലഘട്ടങ്ങളിലെല്ലാം അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ട്രാക്ക് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് പരിശോധനയ്ക്ക് അറിയാൻ പറ്റും. ഏറ്റവും നല്ല ഇന്ത്യയിലെ IPS ഉദ്യോഗസ്ഥന്മാരുടെ ഉദ്യോഗസ്ഥരാണ്. ഒരു ശുപാർശയും കീഴടങ്ങത്തില്ല. വളരെ സൗമ്യൻ, മാന്യനായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിനെ പോലെ ഒരാളെ കേരളത്തിലെ DGP-യെ കൊണ്ടുവന്നതിനുള്ള പരിഭ്രമമായിരിക്കും ഒരുപക്ഷെ അവരിപ്പം ഈ രീതിയിലൊക്കെ പറയുന്നത്. കാരണം നിങ്ങൾ എന്തിനാണ് വിട്ടുവീഴ്ച ചെയ്യുന്നത്? കൂത്തുപറമ്പ് രക്തസാക്ഷികളെ വെടിവെച്ച് വന്നത്, ഇദ്ദേഹത്തിന്റെ ഓഫീസിന് വെടിവെച്ച് വന്നതൊക്കെ ഇവർ പറയുന്നത്, വെടിവെച്ച് വന്നത് കീഴടക്കല്ലെന്നൊക്കെ പറയുന്നത്, മറ്റൊന്നും ഇവർക്ക് കൊണ്ടുവരാനില്ല. അപ്പോൾ ആ ഉദ്യോഗസ്ഥനെ ഡീമോറലൈസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാന്നുള്ളതാണ് ഇവരുടെ ഗതിയാണ്. നിങ്ങൾ കുറെ മാധ്യമങ്ങൾ അത് ഏറ്റുപിടിക്കുന്നു. മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുന്നതല്ല ശ്രീ റെജി ലൂക്കോസ്. ഇദ്ദേഹത്തെ മോശം ഉദ്യോഗസ്ഥനായി ചിത്രീകരിച്ചത് നിങ്ങൾ തന്നെയാണ്, CPM തന്നെയാണ്. താങ്കൾ അന്വേഷണ കമ്മീഷന്റെ കാര്യം പറഞ്ഞു. അന്വേഷണ കമ്മീഷൻ, പത്മനാഭൻ കമ്മീഷൻ റിപ്പോർട്ട് നൽകിയതിനു ശേഷവും ഇദ്ദേഹം പ്രതിസ്ഥാനത്ത് തുടരുകയായിരുന്നു. കമ്മീഷൻ റിപ്പോർട്ട് മുഖവിലേക്ക് എടുക്കാതെ തന്നെയാണ് ഇദ്ദേഹത്തെ പ്രതിസ്ഥാനത്ത് ചേർത്തത്, നയനാർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത്. അപ്പോൾ അതിനുശേഷം അദ്ദേഹം കോടതി നടപടിക്രമങ്ങളിലൂടെ, കോടതിയിൽ നടത്തിയ പോരാട്ടങ്ങളിലൂടെയാണ് അദ്ദേഹം കുറ്റവിമുക്തനാക്കിയത്. അല്ലാതെ അത് പാർട്ടിയുടെയോ LDF സർക്കാരിൻ്റെയോ ഔദാര്യത്തിലൂടെയല്ല രവാഡ ചന്ദ്രശേഖർ കുറ്റവിമുക്തനായിട്ട് വന്നത്. അപ്പോൾ നിങ്ങൾ പറയുകയുണ്ടായി ഇദ്ദേഹത്തെ കോടതി കുറ്റവിമുക്തനാക്കിയതാണെന്ന്. മറ്റൊരു കാര്യം കൂടിയുണ്ട്, കോടതി വിധികളെ എത്ര കണ്ട് മാനിച്ചിട്ടുള്ള പാർട്ടിയാണ് CPM എന്നുള്ളതുമുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ TP ചന്ദ്രശേഖരൻ വധക്കേസിൽ വിധി വന്നതിന് ശേഷവും കുറ്റവാളികളെ നിങ്ങൾ തള്ളിപ്പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അതൊക്കെയുണ്ട്, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ മറ്റു രീതിയിലുണ്ട്. പക്ഷേ ഈ രവാഡ ചന്ദ്രശേഖരെ കുറ്റവാളിയാക്കിയത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ രവാഡ ചന്ദ്രശേഖരെ പോലീസ് മേധാവിയാക്കി നിയമിക്കുമ്പോൾ
ഈ പഴയ കാര്യങ്ങൾ ഞങ്ങൾ പഴയ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്, പക്ഷേ നടപടിക്രമങ്ങൾ പാലിച്ചേ പറ്റൂ, അതുകൊണ്ട് പോലീസ് മേധാവിയായി നിയമിക്കുന്നു എന്ന നിലപാടിലേക്ക് നിങ്ങൾക്ക് എന്തുകൊണ്ട് വരാൻ സാധിക്കുന്നില്ല? അത് ആരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണെന്നാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, അതിന് മറുപടിയാണ്. അതായത് കഴിഞ്ഞ കുറെ ആഴ്ചകളായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ, എല്ലാ മാധ്യമങ്ങളിലും, മുഖ്യധാര മാധ്യമങ്ങൾ, വിഷ്വൽ മീഡിയയും പ്രിന്റ് മീഡിയയും പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന വാർത്തകൾ എന്തായിരുന്നു? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വന്തം താല്പര്യപ്രകാരം MR അജിത് കുമാർ എന്ന് പറയുന്ന DGPനെ ലോ ആൻഡ് ഓർഡറിന്റെ സംസ്ഥാന DGP ആയിട്ട് നിയമിക്കാനുള്ള തന്ത്രങ്ങൾ പിന്നാമ്പുറത്തും മെനയുന്നു. അദ്ദേഹത്തിനെ ലിസ്റ്റിൽ ചേർത്ത് കഴിഞ്ഞു. അദ്ദേഹം ഒരു കളങ്കിതനായ ഉദ്യോഗസ്ഥനാണ്. എന്നിട്ടും പിണറായി വിജയൻ അദ്ദേഹത്തിനെ കൈയൊഴിയുന്നില്ല. തന്റെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥനെ DGP-ക്കാരൻ ശ്രമിക്കുന്നു. ഒടുവിൽ നിങ്ങൾ കൊണ്ടുവന്ന ഭാഷ എന്താ? ഈ ലിസ്റ്റിൽ 3 അംഗ ലിസ്റ്റിൽ ഇല്ല എങ്കിൽ അദ്ദേഹത്തിനെ ഇൻചാർജ് കൊടുക്കും. കാരണം UP-യിലും മധ്യപ്രദേശുള്ള ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളിൽ അതാത് സർക്കാരുകളിൽ താല്പര്യമുള്ള ഉദ്യോഗസ്ഥരെ UPSC സെലക്ഷനിൽ ഇല്ല എങ്കിൽ അവർ ഇൻചാർജ് ആക്കും. അതുപോലെ DGP ഇൻചാർജ് ആക്കിയിട്ടും ഇദ്ദേഹത്തിനെ കൊണ്ടുവരും. അജിത് കുമാർ ഓർ മനോജ് എബ്രഹാം നിങ്ങൾ വാർത്ത കൊടുത്തേ. ഈ വാർത്തകളെല്ലാം ആവിയായിപ്പോയി. ഇതിനൊന്നും കേരളത്തിന് ഒരു തിരുത്തുണ്ട്. ADGP MR അജിത് കുമാറിനെ പോലീസ് മേധാവിയാക്കുന്നതിന് ശ്രമം നടത്തിയില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ശ്രമം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ UPSC-യിലേക്ക് കത്തയച്ചതും. എന്താണ്? ADGP റാങ്കുള്ള ആളെയും പരിഗണിക്കണമെന്ന്. പക്ഷെ അത് തള്ളിക്കളയുകയായിരുന്നു. DGP റാങ്കുള്ളവരെ മാത്രമേ പോലീസ് മേധാവിക്കായുള്ള 3 അംഗ പട്ടികയിൽ ഉൾപ്പെടുത്തിയുള്ളൂ. അങ്ങനെയാണ് വന്നത്. അങ്ങനെ കളികളൊക്കെ നടന്നു അവിടെ. ശ്രീ റജി ലൂക്കോസ്, മഞ്ജുഷ് വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള മാധ്യമ പ്രവർത്തകരല്ല. മഞ്ജുഷയ്ക്ക് ഇങ്ങനെയാണ് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. എന്നെ കുടുക്കിലാക്കാനാണെങ്കിൽ ഞാൻ വളരെ സിമ്പിൾ ആയ ഒരു കാര്യം പറയട്ടെ. സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ലിസ്റ്റ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ അജിത് കുമാറിന്റെ ലിസ്റ്റ് കൊടുക്കേണ്ട വരും. അവരത് സെലക്ട് ചെയ്തിട്ട് അവർ ട്രാക്ക് റെക്കോർഡെല്ലാം നോക്കിയിട്ട് അവർ ഇങ്ങോട്ട് റെക്കമെൻഡ് ചെയ്ത് 3 പേരുണ്ട്. അതിനകത്ത് എങ്ങനെയാ തിരികെ കയറ്റാൻ ശ്രമിച്ചെന്ന് പറഞ്ഞത്? മനസ്സിലായി? അങ്ങനെ തിരികെ കയറ്റാൻ നിങ്ങൾ പറഞ്ഞ അതിനിടയ്ക്ക് സംഭവിച്ച കാര്യമാണ്. ശ്രീ റജി ലൂക്കോസ്, താങ്കൾ അത് വിസ്മരിക്കുകയാണ്. ADGP-മാര് വേണ്ട എന്നുള്ള നിലപാട് തന്നെയായിരുന്നു. അവിടെയാണ് ADGP-മാരും ആകാമെന്ന നിലപാടെടുത്തുകൊണ്ട് തിരിച്ചു കത്തയച്ചത്. അത് തള്ളിക്കളയുകയായിരുന്നു ചെയ്തത്. മഞ്ജുഷ അങ്ങനെ അദ്ദേഹത്തിനെ ആക്കണമെങ്കിൽ കേരളത്തിന്റെ മന്ത്രിസഭയ്ക്കും മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിനും അദ്ദേഹത്തിനെ ഇൻചാർജ് കൊടുത്ത് ആക്കാമായിരുന്നു. പറ്റില്ല, നടന്നില്ല. അല്ലെ, എന്നെ കൊണ്ട് സംസാരിപ്പിക്കേ. അത് തന്നെയല്ല, കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തെന്താ? തീരുമാനം എടുത്തു കഴിഞ്ഞു. നരേന്ദ്രമോദിയുമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് KV തോമസിലൂടെ ഇദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിക്കാനായിട്ട് വന്നു. ഇങ്ങനെ വരെ വാർത്ത കൊടുത്തു. അതാണ് ഈ കേരളം. എന്നിട്ട് ഇതെല്ലാം സംഭവിച്ചോ? ഏറ്റവും പെർഫെക്റ്റ് ഉദ്യോഗസ്ഥനെ, കറക്റ്റ് ഉദ്യോഗസ്ഥനെ കൊണ്ട് പ്ലേസ് ചെയ്തു ഇതിൽ. അതല്ല ഉദ്യോഗസ്ഥൻ. ഇപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ന്യായീകരണം പറയുന്ന കൂത്തുപറമ്പ് വെടിവെപ്പോട്ടാ പറഞ്ഞത്. ജയരാജനെ കൂട്ടുപിടിക്കുന്നു. ഞാൻ മഞ്ജുഷോട് നിങ്ങളുടെ ചാനലിൽ വരെ ജയരാജന്റെ ആ ലൈവ് ഞാൻ കണ്ട. എന്താ അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് മുഴുവൻ കേട്ടായിരുന്നോ? അദ്ദേഹം പറഞ്ഞു ഇദ്ദേഹം അതിനകത്ത് പ്രതിയായിരുന്നു. പക്ഷെ സർക്കാർ എടുക്കുന്ന തീരുമാനം തെറ്റു പറയാൻ പറ്റത്തില്ല. നിങ്ങൾ അതങ്ങ് കട്ട് ചെയ്തു. പക്ഷേ കട്ട് ചെയ്തല്ല, ഞാൻ മുഴുവൻ കേട്ടായിരുന്നു. ശ്രീ റജി ലൂക്കോസ്, ജയരാജൻ പറഞ്ഞതും പിന്നീട് MP ഗോവിന്ദൻ, അല്ല ഞാൻ എല്ലാ ബൈറ്റുകളും കേട്ടു. ജയരാജന്റെ ബൈറ്റും ഞാൻ കേട്ടു, EP-യുടെ ബൈറ്റും കേട്ടു. EP ആണെങ്കിൽ കൂത്തുപറമ്പ് സംഭവിച്ചതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രീതിയിലാണ് സംസാരിച്ചത്. അത് പോട്ടെ, EP-യെ മാറ്റി നിർത്താം. ജയരാജന്റെയും കണ്ടു, MP ഗോവിന്ദൻ ഇതേക്കുറിച്ച് പറഞ്ഞതും ഞാൻ കേട്ടു, KK രാഗേഷ് പറഞ്ഞതും ഞാൻ കേട്ടു. ഇത് 3 നോക്കുകയാണെങ്കിൽ രാഗേഷ് പറഞ്ഞതും MP ഗോവിന്ദൻ പറഞ്ഞതും വള്ളിപുള്ളി വിടാതെ ഒരേ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ജയരാജൻ പറഞ്ഞത് അങ്ങനെയല്ല. ജയരാജൻ പറഞ്ഞപ്പോൾ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റായ TT ആന്റണിയെയും ഹക്കീം ബത്തേരിയെയും ഉൾപ്പെടുത്തുന്ന അതേ പട്ടികയിൽ തന്നെ അദ്ദേഹം രവാഡ ചന്ദ്രശേഖരെയും ഉൾപ്പെടുത്തിയിരുന്നു. അതായത് ഈ 3 പേർക്കും പങ്കുണ്ട് എന്ന രീതിയിലാണ്. പക്ഷേ MP ഗോവിന്ദൻ പറഞ്ഞു വന്നപ്പോൾ ഹക്കീം ബത്തേരിയും അതുപോലെ തന്നെ TT ആന്റണിയും മാത്രമായി. KK രാഗേഷിന്റെയും അങ്ങനെ തന്നെയായിരുന്നു. പത്മനാഭൻ കമ്മീഷനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇവരുടെ ഈ ന്യായീകരണവും. പക്ഷേ യഥാർത്ഥത്തിൽ പാർട്ടിയുടെ നിലപാട് അതായിരുന്നില്ല. ജയരാജൻ പറഞ്ഞത് തന്നെയായിരുന്നു പാർട്ടിയുടെ മുൻ നിലപാട്. അതിലിപ്പോൾ തിരുത്തൽ വരുത്തി. കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ഒരു തിരുത്തലും വരുത്തിയിട്ടില്ല. അതായത് ബഹുമാനപ്പെട്ട പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും അതുപോലെ തന്നെ EP ജയരാജനും പ്രതിയാണെന്ന് പറഞ്ഞ അദ്ദേഹം പ്രതിയായിരുന്നു. പ്രതിപ്പെട്ടിൽ വരുന്നവരെല്ലാം കുറ്റവാളികളായിട്ട് വിധിക്കപ്പെടുന്നുണ്ട്. തെറ്റ് ചെയ്യാത്തവരെ മോചിപ്പിക്കും, തെറ്റ് ചെയ്തവരെ കുറ്റവാളിയാക്കും. വിധി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ആരും കുറ്റവാളികളല്ല ഇന്ത്യൻ നിയമത്തിൽ. റജി ലൂക്കോസ്, CPM നേതാക്കളുടെ എത്രയോ പ്രസംഗങ്ങളുണ്ട്. അന്ന് രവാഡ ചന്ദ്രശേഖർ എന്നതല്ല, രവത എന്നായിരുന്നു സംബോധന ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് രവതയായിരുന്നു, രവാഡ ചന്ദ്രശേഖർ ആയിരുന്നില്ല. രവത എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്ന രീതിയിൽ തന്നെയാണ് CPM-ന്റെ നേതാക്കൾ അന്ന് സംസാരിച്ചിരുന്നത്. ജയരാജൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ജയരാജൻ എന്തിനാണ് ഈ വിഷയം എടുത്തിട്ടത്?
അദ്ദേഹത്തോട് ആരും അങ്ങോട്ട് ചോദിച്ചില്ലല്ലോ എന്തിനാണ് ഈ വിഷയം എടുത്തിട്ടത് എന്ന് പറഞ്ഞാൽ 1994 നവംബർ 25 എന്ന് പറയുന്നത് CPM വൈകാരികമായി ഒട്ടേറെ വിശേഷതകളുള്ള ഒരു ദിവസമാണ്. ആ ദിവസം CPM മറക്കാൻ കഴിയില്ല, CPM ഒരണികൾക്കും മറക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് പി ജയരാജൻ ആ വിഷയം എടുത്തിട്ടത്. അന്നവിടെ കൂത്തുപറമ്പിൽ 5 സഖാക്കളെ വെടിവെച്ച് കൊന്നിട്ടുണ്ടെങ്കിൽ അത് ഭരണകൂട ഭീകരതയും പോലീസ് തേർവാഴ്ചയുമാണെന്നുള്ളത് CPM പ്രഖ്യാപിത നിലപാടാണ്. ആ നിലപാടിൽ നിന്നുള്ള പിന്നോട്ട് പോക്കാണ് കണ്ടത്. രവത ചന്ദ്രശേഖരെ നിയമിക്കുന്നതിൽ എന്തിനാണ് ഈ പിന്നോട്ട് പോക്ക് എന്നുള്ളതേ ഉള്ളൂ. കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാമല്ലോ. UPSCയുടെ ലിസ്റ്റായിരുന്നു, അത് സർക്കാരിനൊന്നും ചെയ്യാൻ കഴിയുകയില്ല. ഈ ഉദ്യോഗസ്ഥന്റെ മുൻകാലം ഇങ്ങനെയായിരുന്നു, അത് പറയുവാൻ എന്തിനു മടിക്കുന്നു? അവിടെയാണ് ആരെയാണ് പേടിക്കുന്നത്, ആരെയാണ് തൃപ്തിപ്പെടുത്തുന്നത് എന്ന്. അല്ല, പേടിക്കാന്നൊക്കെ വാക്കുകൾ നിങ്ങൾ പി ജയരാജൻ പറഞ്ഞില്ലേ. പി ജയരാജൻ മാധ്യമപ്രവർത്തകരെ വിളിച്ചു വരുത്തിയതല്ല. അദ്ദേഹം ഇടുക്കി സന്ദർശനത്തിന് ഫലമായിട്ട് തൊടുപുഴ വന്നപ്പോൾ അദ്ദേഹത്തിന് താമസിക്കുന്ന സ്ഥലത്ത് ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ എന്തായാലും കിട്ടുന്ന പറഞ്ഞാൽ കേരളത്തിലെ നിങ്ങൾ ഉൾപ്പെടെ മാധ്യമങ്ങളിൽ ചെന്ന് അദ്ദേഹത്തിന് മുമ്പിൽ ചെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന്റെ വസ്തുത പറഞ്ഞു. അദ്ദേഹത്തെ സംബന്ധിച്ചിട്ടുണ്ട് കേരളത്തിലെ CPM സഖാക്കൾക്ക് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർക്കും വസ്തുതകൾ അറിഞ്ഞിരിക്കെ അന്ന് അക്കാലത്ത് റവാഡ ചന്ദ്രശേഖരനെ മാത്രമല്ല രമൺ ശ്രീവാസ്തവെ കുറിച്ച് ഞങ്ങളുടെ സഖാക്കൾ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. സത്യസന്ധമായ കാര്യങ്ങളല്ലേ അത്. പക്ഷെ കാലം പലതിനും മറുപടി പറയും. ഒരു കാലത്തെ തെറ്റുകൾ പിന്നീട് ശരിയാകാം, ഒരു